Welcome to CUT Tutorial, Kerala's #1 test-taking platform, CUET. So, in the discuss is another important part of CUET general test exam, that is full forms. സ്ഥിരമായിട്ട് CUET-യിൽ പല areas, പല organizations-ന്റെ ഒക്കെ full forms ചോദിക്കാറുണ്ട്. Okay, so that is an important part for our GK. So, moving forward, Niti Aayog stands for what? Niti Aayog, you must know, is a very important institution for India, but a very confusing one also. Okay, so Niti Aayog stands for what? Is it National Infrastructure for Transforming India? Is it National Institution for Transforming India? Is it National Institution for Transforming Initiative? Or none of these? See, ഇപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ നമ്മൾ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇനിഷ്യേറ്റീവ്, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല. ദെൻ വി ഹാവ് ടു നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയെക്കാളും ഒന്നും കൂടി നമുക്ക് വാലിഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ദിസ് ക്യാൻ ബി ദി ആൻസർ, ദാറ്റ് ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇസ് ദി റൈറ്റ് ആൻസർ. സോ നമ്മൾ ഇങ്ങനെ ലോജിക്കലി പല പല ചോദ്യങ്ങളും നോക്കി അതിലേതെങ്കിലും ക്ലൂസോ കാര്യങ്ങളോ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ലോജിക്കൽ വേ ഓഫ് ആൻസറിങ്. ക്വസ്റ്റ്യൻസിൽ പലതിലും നമുക്ക് ലോജിക്കൽ വേയിൽ ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാനും കാര്യങ്ങളും പറ്റും. സോ അതങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ദിസ്. സോ യുവർ ഹോംവർക്ക് ഫോർ ടുഡേ ഈസ് ടു ഗൂഗിൾ എ ബിറ്റ് മോർ ഓഫ് ദിസ് നീതി ആയോഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ്. അതാണ് നിങ്ങളുടെ ചെറിയൊരു ഹോംവർക്ക്. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടി ഇതേപോലെ ഒരു ഫുൾ ഫോംസ് നോക്കിയാലോ. സി, വൺ ഈസ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി എന്ന് പറയും. എന്താ സെബി ചെയ്യുന്നത്? It is a statutory body and a market regulator which controls the securities market. നമ്മൾ പല പല ഷെയർ പൊങ്ങി ഷെയർ താന്നു എന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും ന്യൂസും കാര്യങ്ങളും ഒക്കെ കാണാറില്ലേ? സോ ആ ഒരു ഏരിയ, ആ ഒരു മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെബി. സോ SEBI, ദാറ്റ് ഇസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞതിന് ശേഷം ദിസ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നബാർഡ് എന്നുള്ളത് ഒരു PYQ ആയിരുന്നു, എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് CUET ചോദിച്ചിട്ടുള്ളതാണ്. സോ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നബാർഡിന്റെ ഫുൾ ഫോം. അതെന്താണ്? ഇറ്റ് ഈസ് ഇന്ത്യസ് അപെക്സ് ഡെവലപ്മെന്റ് ബാങ്ക്. അപെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ബാങ്ക്, എസ്റ്റാബ്ലിഷ് ഇൻ 1982. എന്തിനാണ്? ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ആൻഡ് എക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് സാക്രിഫൈസ് ദ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറെ കൃഷി ചെയ്തു എന്നും പറഞ്ഞ് ഭാവി വരാൻ പോകുന്ന ആൾക്കാരുടെ കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തരുത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഭാവി തലമുറയ്ക്കും ചെയ്യാൻ പറ്റണം. അതാണ് സസ്റ്റൈനബിളിന്റെ മീനിങ്. ഓക്കെ, ദെൻ വി ഹാവ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ, എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും റൂറൽ ഡെവലപ്മെന്റും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യയിലെ ടോപ്പ് ബാങ്ക് ആണ് നബാർഡ്. Then another institution or another full form we have to understand is TRAI, TRAI. എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ മൊബൈൽ ഫോൺ റെഗുലേറ്റേഴ്സ് അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അനദർ എ സ്മോൾ ഹിന്റ് വിച്ച് ഐ വാണ്ട് ടു ഗിവ് യു. ഇവിടെ എല്ലാത്തിനും അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞില്ല. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ, നമ്മുടെ പാർലമെന്റിൽ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ബോഡീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഇഫ് യു വാണ്ട് എനി ടോപ്പിക്സ് വിച്ച് വാണ്ട് ടു ബി ഡിസ്കസ്, ആ കമന്റ് സെക്ഷനിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് വിട്ടാൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, അതിലേക്ക് കൂടുതൽ അറിയണോ എന്നുള്ളത് ചാറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു. താങ്ക് യു സോ മച്ച്.